ചികിത്സയിലായിരുന്ന മമ്മൂട്ടി ആരോഗ്യവാനായതിൽ സന്തോഷം പങ്കുവച്ച സിനിമാ ലോകം. ലോകമെമ്പാടുമുള്ള ഒരുപാട് പേരുടെ പ്രാർത്ഥന ഫലം കണ്ട് ആന്റോ ജോസഫ് ഫേസ്ബുക്കിൽ കുറിച്ചു. കൂടെ നിന്നവർക്കും ആശ്വസിപ്പിച്ചവർക്കും നന്ദിയെന്ന് ജോർജ് എസ് പ്രതികരിച്ചു. പ്രാർത്ഥനയോടെ കാത്തിരുന്ന വാർത്തയെന്ന് സിബി മലയിൽ പറഞ്ഞു. ആഷിഖ് മുഹമ്മദ് വിവരങ്ങൾ നൽകും. ആഷിഖ, മമ്മൂട്ടി പൂർണ്ണ ആരോഗ്യവാനായി വീണ്ടും സിനിമാ രംഗത്തേക്കുള്ള തിരിച്ചുവരവിനെ വളരെ ആഹ്ലാദത്തോടെയും സന്തോഷത്തോടെയും കൂടി നോക്കിക്കാണുകയാണോ സിനിമാ ലോകം? എങ്ങനെയാണ് പ്രമുഖരുടെ പ്രതികരണങ്ങൾ? തീർച്ചയായും ദിവ്യ, വലിയ പ്രതീക്ഷയോടെ വലിയ ആഹ്ലാദത്തോടെയാണ് മമ്മൂട്ടിയുടെ തിരിച്ചുവരവിനെ മലയാളികൾ ഒട്ടാകെയും പ്രത്യേകിച്ച് മലയാള സിനിമാ ലോകം സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, മഹേഷ് നാരായണന്റെ സിനിമാ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴായിരുന്നു മമ്മൂട്ടി പെട്ടെന്ന് പൊതുവേദിയിൽ നിന്ന് അപ്രത്യക്ഷനാകുന്നത്. പിന്നീട് ദീർഘകാലം അദ്ദേഹത്തെ പൊതുവേദിയിലൊന്നും കാണാൻ കഴിഞ്ഞില്ല. ഈ കഴിഞ്ഞ അമ്മയുടെ തെരഞ്ഞെടുപ്പിൽ പോലും അദ്ദേഹം എത്തിയിരുന്നില്ല. തിരഞ്ഞെടുപ്പിൽ മമ്മൂക്ക എത്തുമോ എന്നുള്ളത് വലിയ കൗതുകത്തോടെയായിരുന്നു സിനിമാ പ്രേമികളെല്ലാം നോക്കിയിരുന്നത്. എന്നാൽ മമ്മൂക്ക അത്തവണയും എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ മമ്മൂട്ടിയുടെ രോഗബാധയുമായി ബന്ധപ്പെട്ട് പല വിവരങ്ങളും പുറത്തു വന്നിരുന്നെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായി യാതൊരു പ്രതികരണവും മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ടുള്ള വൃത്തങ്ങളിൽ നിന്ന് പുറത്തു വന്നില്ല. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് രോഗബാധയിൽ നിന്ന് പൂർണ്ണമായും മമ്മൂട്ടി വിമുക്തനായി എന്നുള്ള വിവരം പുറത്തു വരുന്നത്. മമ്മൂട്ടിയുമായി ഏറ്റവും ചേർന്ന് പ്രവർത്തിക്കുന്ന നിർമ്മാതാവ് ആന്റോ ജോസഫ് ആയിരുന്നു ഈ വിവരം ആദ്യമായി പുറത്തു വിട്ടത്. ആയിരങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടു, ദൈവത്തിന് നന്ദി എന്ന വൈകാരികമായ കുറിപ്പ് ആന്റോ ജോസഫ് പങ്കുവച്ചതോടുകൂടി അത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ കത്തിപ്പടരുന്നതാണ് നമ്മൾ കണ്ടത്. പിന്നീട് കേരള പൊതുസമൂഹം ഒട്ടാകെ, സിനിമാ ലോകം കൂടാതെ രാഷ്ട്രീയ രംഗം അടക്കമുള്ള പ്രമുഖർ മമ്മൂട്ടിയുടെ ഈ രോഗവിമുക്തിയുടെ വാർത്ത ഏറ്റെടുക്കുന്നത് കണ്ടു. പലരും, മോഹൻലാൽ അടക്കമുള്ള പലരും ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നു. മന്ത്രി വി ശിവൻകുട്ടി, ജോൺ ബ്രിട്ടാസ് എം പി, NK പ്രേമേന്ദ്രൻ MP അടക്കമുള്ള രാഷ്ട്രീയ സിനിമാ മേഖലയിലെ പ്രമുഖരെല്ലാം ഈ വാർത്ത പങ്കുവെച്ചുകൊണ്ട് അതിന്റെ ആഹ്ലാദം പങ്കുവയ്ക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അടുത്ത മാസത്തോടുകൂടി മഹേഷ് നാരായണന്റെ ചിത്രത്തിൽ വീണ്ടും മമ്മൂട്ടി ജോയിൻ ചെയ്യും എന്നുള്ളതാണ്. അത് വലിയ താരനിര അണിനിരക്കുന്ന ചിത്രമാണ്. പ്രത്യേകിച്ച് മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ച് വരുന്നു. ഫഹദ് ഫാസിൽ ആ ചിത്രത്തിലുണ്ട്. കുഞ്ചാക്കോ ബോബൻ അടക്കം വലിയ താരനിര അണിനിരക്കുന്ന ആ ചിത്രത്തിന്റെ സെറ്റിലേക്ക് വീണ്ടും മമ്മൂട്ടി മടങ്ങിയെത്തുമ്പോൾ വലിയ ആഹ്ലാദത്തോടു കൂടിയാണ് മലയാള സിനിമാ ലോകം അദ്ദേഹത്തിന്റെ പുതിയ ചിത്രത്തിന്റെ പുതിയ പ്രോജക്ടിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ ആരാധകരെ വലിയ രീതിയിൽ ആവേശം കൊള്ളിക്കുന്നതല്ലേ? തീർച്ചയായും അത് എടുത്തു പറയേണ്ടത് ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന കളങ്കാവൽ എന്ന ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിന്റെ ആ പോസ്റ്ററാണ്. അത് മമ്മൂട്ടി ഭാവം കൊണ്ട് ശ്രദ്ധേയമായ ഒരു പോസ്റ്റർ ആയിരുന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ മമ്മൂട്ടിയുടെ ഒരു തിരിച്ചുവരവിനെ ആഹ്ലാദത്തോടെ ആവേശഭരിതത്തോടെ ആഘോഷമാക്കുവാൻ ഒരുങ്ങുകയാണ് മലയാള സിനിമാ ലോകം. ഏതായാലും മമ്മൂട്ടി വരുന്ന സെപ്റ്റംബർ 7 അദ്ദേഹത്തിന്റെ ജന്മദിനമാണ്. ആ ജന്മദിനത്തിൽ വലിയൊരു തിരിച്ചുവരവ് മമ്മൂട്ടി നടത്തുമെന്നൊരു പ്രതീക്ഷ ആരാധകർക്കിടയിൽ തന്നെയും ഉണ്ടായിരുന്നു. ആ തിരിച്ചുവരവിന്റെ ആ പ്രതീക്ഷയെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ാണ് ഇപ്പോൾ മമ്മൂട്ടിയുടെ രോഗശമന വിവരം പുറത്തുവരുന്നത്. നമുക്കറിയാവുന്നതുപോലെ ദീർഘകാലമായി അദ്ദേഹം ചെന്നൈയിൽ ചികിത്സയിലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എല്ലാത്തരം അവസാനത്തെ ടെസ്റ്റും ഇപ്പോൾ നടൻ വി കെ ശ്രീരാമൻ പങ്കുവച്ച ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാകുന്നുണ്ട്. മമ്മൂട്ടി എന്നെ തിരിച്ച് നേരിട്ട് വിളിച്ചു, അദ്ദേഹം പറഞ്ഞു അവസാനത്തെ ടെസ്റ്റും പാസ്സായടാ എന്ന് പറഞ്ഞ ആ വിവരം വി കെ ശ്രീരാമൻ ഫേസ്ബുക്ക് കുറിപ്പിൽ ഇങ്ങനെ പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെ എന്തായാലും ആശങ്കകൾ ഒഴിഞ്ഞിരിക്കുന്നു. മമ്മൂട്ടിയുടെ രോഗബാധ പൂർണ്ണമായും അവസാനിച്ചിരിക്കുന്നു. ഇനി ആശങ്കപ്പെടേണ്ടതില്ല. മലയാളത്തിന്റെ മമ്മൂട്ടി മലയാള സിനിമയിലേക്ക് മടങ്ങി വരികയാണ്. മലയാള ലോകമാകെ മമ്മൂട്ടിയെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് ദിവ്യ. എന്തായാലും പൂർണ്ണ ആരോഗ്യവാനായുള്ള മമ്മൂട്ടിയുടെ തിരിച്ചുവരവിന് വളരെ സന്തോഷത്തോടുകൂടിയും നോക്കിക്കാണുകയാണ് സിനിമാ ലോകം. പലരും പ്രതികരണം നടത്തിയിരിക്കുകയാണ്. മോഹൻലാൽ ഉൾപ്പെടെ മമ്മൂട്ടിക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് ആശംസ അറിയിക്കുകയാണ്. വിവരങ്ങളാണ് മുഹമ്മദ് ആഷിഖ് നൽകിയത്.